കപ്പയും ചിക്കനും കൂടെ ഒരുമിച്ചിട്ടിരിക്കുകയാണ്. നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യണം. നല്ല പരുവത്തിൽ നിൽക്കുക. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളിന്നൊരു വെറൈറ്റി ഉണ്ടാക്കാൻ പോവുക. ചിക്കൻ ഒന്ന് പുരട്ടി വെക്കാൻ പോവുക. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മസാല, വറ്റൽമുളക് ഇടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. ഒരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് അതൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരണം. നമ്മൾ കപ്പ കൊത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ചിക്കൻ വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ കപ്പയിട്ട് വേവിക്കാനാണ് നമ്മുടെ പരിപാടി. അടുപ്പിൽ തീയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി വേണം, ഒരു വെളുത്തുള്ളി വേണം. നമുക്ക് ഇത്ര ഇഞ്ചി മതി. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചതയ്ക്കണം. ഒരു 5 പച്ചമുളക് വേണേ, 2 തക്കാളി, മല്ലിയിലയും പുതിനയിലയും ഉണ്ടേ. ഇനി ചിക്കൻ റെഡിയാക്കാൻ പോവാം. ചട്ടി വെച്ചു. വെളിച്ചെണ്ണയാണ്. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളി പൊളിച്ച് അതുപോലെ തന്നെ ഇടുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. കപ്പ ഊറ്റിയ വെള്ളം, കപ്പ പുഴുങ്ങി പകുതി വേവായ കപ്പ ഊറ്റിയ വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇടിച്ചത് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. കപ്പയും ചിക്കനും കൂടെ ഒരുമിച്ചിട്ടിരിക്കുകയാണ്. നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യണം. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആകട്ടെ. നമുക്ക് അടച്ചു വെക്കാം. ചിക്കനും കപ്പയും റെഡിയായിട്ടുണ്ട്. നമുക്ക് നോക്കാം. വെള്ളമൊക്കെ പറ്റി നല്ല പരുവത്തിലിരിക്കുകയാണ്. നല്ല പരുവത്തിൽ നിൽക്കുക. നന്നായിട്ട് ചിക്കനും കപ്പയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്, നല്ല എരിവുണ്ട്, നല്ല ഉപ്പുണ്ട്. കറക്റ്റാണ്. എല്ലാം പാകത്തിനാണ്. നല്ല ടേസ്റ്റുണ്ട്. ഇത് കഴിച്ചു തീർക്കാൻ ഇച്ചിരി സമയം വേണം. അതുകൊണ്ട് ഇതിവിടം കൊണ്ട് കഴിഞ്ഞു. എല്ലാവരും നമ്മളെ ചാനലൊന്ന് കാണണം. ബൈ.